പാണ്ഡവൻ വന്നല്ലോ. പൈസ കൊണ്ട് കളിക്കല്ലേ മോളെ. സൈഡ് ഓട്. ആ വേഗം ഇറങ്ങും വേഗം. ഒരു പുരന്ദരേശ്വരദാസൻ അവതരിച്ചിരിക്കുന്നു ജഗത്തിന്റെ സങ്കടങ്ങൾ തീർക്കാനായി. ബസ് പോയിടും. പൂർണ്ണമതം പൂർണ്ണമിതം. ഒരു പുരന്ദരേശ്വരദാസൻ. ദാമ്പത്യ ദുഃഖം. കണ്ടവളുടെ കൂടെ പോയ ഭർത്താവ് ഇനിയും തിരിച്ചു വന്നില്ല അല്ലേ? ആമ സാമി, അന്താള തിരുമ്പി വരുവാറാ സാമി? വരില്ല, വരാൻ കഴിയില്ല. ആനമർദ്ദയാണ് കൈവശം കൊടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. പക്ഷെ വരുത്താം, ഒരു പൂജ വേണ്ടി വരും. ദക്ഷിണ என்ன பூஜை வேணாலும் செய்யலாம் சாமி. ஆனா அந்த பிசாசு கிட்ட இருந்து என் புருஷன் வரணும். இந்தாங்க தட்சிணை. சாமி கடவுளேശ്വരാ, ഭസ്മല്ലേ? എവിടെയോ കണ്ടു നല്ല പരിചയമുണ്ടല്ലോ. എന്താ ഭക്ത, ഒരു അവിശ്വാസം മാതിരി? അല്ല, നാട്ടിൽ നിൽക്കാൻ നിവൃത്തിയില്ലാതെ അവിടുത്തെ ചില കള്ള സന്യാസിമാര് പുറപ്പെട്ടു പോകുന്നുണ്ടെന്ന് കേട്ടു, അതുകൊണ്ട് ചോദിച്ചതാ. സന്ദേഹമുണ്ടല്ലേ? തീർത്തു തരാം. 6 മാസങ്ങൾക്ക് മുമ്പ് മൂത്ത മകളെ നേഴ്സിംഗിനടക്കാൻ വെച്ചിരുന്ന പലിശക്കെടുത്ത പണം കള്ളൻ കട്ടുകൊണ്ട് പോയില്ലേ? വീണ്ടും ആ പണം ഉണ്ടാക്കാൻ വേണ്ടി പട്ടയം പണയത്തിന് വെച്ചില്ലേ? സ്വാമി, ഇങ്ങേരോട് പൊറുക്കണം, പരീക്ഷിക്കരുത്. പൊറുക്കാം, പക്ഷെ പൂജ വേണ്ടി വരും. ദക്ഷിണ. ശരി, പുഴയോരത്ത് നാം ഇന്നു മുതൽ സ്ഥാപിക്കുന്ന ആശ്രമത്തിലേക്ക് വരിക. നാളെ പൂജാകർമ്മങ്ങൾക്കുള്ള ചാർത്ത് നാം അവിടെ വെച്ച് തരും. പണം പോച്ചയ്യാ, പണം പോച്ച്. എங்கே പോച്ചേ? அந்த பஸ்க்குள்ள വെച്ച് പോച്ചയ്യാ. വരുന്ന വഴിയിലൊക്കെ നോക്കിയില്ലേ? നോക്കി അയ്യാ, എങ്ങും കിടക്കില്ല. ഞാൻ പണം പോച്ചയ്യാ. ഒരു ടീ സാപ്പിടുക കൂടി എൻ കൈ കാശില്ലേ. എല്ലാമേ പോച്ചയ്യാ. സ്വാമി, ആ പടവും കൊടുത്തേരെ. എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു. എന്നിട്ടാണോ സ്വാമി സ്വാമി എന്ന് പറഞ്ഞ് പറയുന്നത്? വൃത്തികെട്ടവൻ. മെനക്കെട്ടത് വെറുതെ, എന്നാൽ തടി വട്ടത്തിൽ കിട്ടി. പുരന്ദരേശ്വരദാസൻ അവതരിച്ചിരിക്കുന്നു ജഗത്തിന്റെ സകല സങ്കടങ്ങൾ തൂത്തെടുക്കാനായി. ശിവനെന്നല്ലേ പേര്? ധർമ്മപത്നി വിട്ടുപോയി. ഏകമകൾ മീനാക്ഷി. താമസം ബസ് സ്റ്റാൻഡിൽ. നാട്ടിലെ സകലമാന കാര്യങ്ങളിലും മുമ്പൻ. പ്രധാന ലാവണം ചെരുപ്പ് കുത്ത്. പക്ഷേ കണ്ണുകൾക്ക് ചുറ്റും ഒരു ശാപ വലയമുണ്ട്. ബാധ കയറിപ്പോയി. പ്രതിവിധിയുണ്ട് മകനെ, പേടിക്കണ്ട. ഈ ചെരുപ്പൊന്നും ഊരിക്കാൻ ഞാൻ ഒന്ന് കണ്ടോട്ടെ. തൊട്ടശുദ്ധമാക്കരുത്. ഗുരു പുരന്ദരേശ്വരദാസന്റെ പാദങ്ങളെ അലങ്കരിക്കുന്ന പാദകങ്ങളാണത്. അതായിക്കോട്ടെ, പക്ഷെ ഞാനുണ്ടാക്കിയ ചെരുപ്പ് എനിക്കൊന്ന് കണ്ടൂടെ? കൊല്ലം കൊറേ ആയി ചെരുപ്പ് കുത്താൻ തുടങ്ങിയിട്ട് സുന്ദര. എന്തോ 6 മാസം മുമ്പ് നീയും നിന്റെ നാടോടി കൂട്ടവും കൂടെ ഇവിടുന്ന് പോകുമ്പോ കരഞ്ഞ് വിളിച്ചുണ്ടാക്കിച്ചതല്ലേ എന്നെ കൊണ്ട് ഈ ചെരുപ്പ്? അന്ന് കരഞ്ഞു പിടിച്ചുണ്ടാക്കിച്ചത് ഇന്ന് എനിക്ക് പാരയായിട്ട് മാറി. അല്ലെങ്കിൽ ഈ സ്വാമിയാർക്കൊക്കെ ഇപ്പൊ ഭയങ്കര കഷ്ടകാല. ഒരു സന്തോഷമില്ലെന്നേ. ഈ സ്വാമിപ്പണി എപ്പ തുടങ്ങി? ഒന്നും പറയണ ശിവണ്ണ. ഒരു ഗതിയും പരഗതി ഇല്ലാണ്ടാവുമ്പോഴാണല്ലോ ഇതൊക്കെ തുടങ്ങണത്. ചെമ്പക അവളുടെ വീട്ടുകാരും കുറെ ദൈവങ്ങളുടെ പ്രതിമ ഉണ്ടാക്കി തലയിൽ വെച്ച് തരും. വിറ്റ് കിട്ടുക കാശിന്ന് നമ്മുടെ ചിലന് വല്ലതും വേണമെങ്കിൽ ചെമ്പകത്തിന് കാല് പിടിക്കണം. അപ്പൊ കണ്ട വഴിയാ ഇത്. നമ്മൾ ഈ നാടോടി ജീവിതം ആയതുകൊണ്ട് സകല മനുഷ്യന്മാരുടെയും ഭാവിയും ഭൂതവും വർത്താനൊക്കെ അറിയാലോ. അത് വെച്ചൊരു കളിയാണ്. കൈനോട്ടം, സ്വാമി വേഷം, മഷിനോട്ടം, അങ്ങനെ പല വേഷമാണ്. ഒടുക്കം അതേ സ്ഥലത്ത് വീട്ടുകാരെത്തുമ്പോ നമ്മൾ സുന്ദരനായി മാറുകയും ചെയ്യും. അവരൊക്കെ എത്താറായോ? പിന്നെ കുമിളിയിൽ നിന്ന് കെട്ടിപ്പെറുക്കി പുറപ്പെട്ട് കാണും. പിന്നെ കൂട്ടത്തില് താമരയുണ്ട് കേട്ടാ. കൊച്ചു കള്ള, എനിക്കൊന്നും അറിയാൻ പാടില്ലെന്ന വിചാരം. എന്തറിയാന്ന്? പോടോ അവിടുന്ന്. പോട്ടണ്ണ, ഞാൻ ചുമ്മാ. താമര വരുമെന്നറിഞ്ഞപ്പോ ഇങ്ങനെ ഇക്കണക്കിന് അവള് വന്നാലോ. ഇറങ്ങി വാ ഇറങ്ങി വാ. വയൽപ്പെട്ട് ചേച്ചി. ഇറങ്ങി ഇറങ്ങി ഇറങ്ങി.
3 തവണ അമ്പലത്തിൽ വരണം, 3 തവണ പൊട്ടിൽ കെട്ടണം. ഒറ്റ തവണത്തെ വരവുകൊണ്ട് മതിയായി. ഇപ്പൊ തന്നെ രൂപ എത്രയാ പോയത്? മിണ്ടായിരിക്കാനോ? പറയേണ്ട കാര്യങ്ങൾ വെട്ടി തുറന്ന് മുഖത്തടിച്ച പോലെ പറയുന്ന ഈ ദാസമേനോന്റെ ശീലമാ. ഇത്രയും കാലത്തോട്ട് മനസ്സിലായില്ലേ എനിക്ക്? അയ്യോ, 50 പൈസകൾ ബാക്കി തരാനുണ്ട്. പൈസ ചില്ലറ 50 പൈസ. ഓ, ഇങ്ങോട്ട് തരാനുള്ളതാവുമ്പോ ചെവി കേൾക്കത്തില്ലായിരിക്കും. ചെവി കേൾക്കാഞ്ഞിട്ടല്ല സാറേ, ചില്ലറ ഇല്ലാഞ്ഞിട്ടാണ്. എന്ന് വെച്ചാൽ പൈസ ഞാൻ നഷ്ടപ്പെടണോ? ഓ, എന്റെ കയ്യിൽ ചില്ലറ ഇല്ലെങ്കിലും സാറിന് സാറിന്റെ കാശ് നഷ്ടമാകും. സാർ ആ കൈ ഇങ്ങോട്ട് നീട്ടിയേ. പിടി. ഇതെന്താ ഇത്? ഇത് മനസ്സിലായി? ഇതാണ് മിഠായി. സാറിന്റെ കാശ് നഷ്ടമായില്ല, മധുരം നുണയുകയും ചെയ്യും. അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ട് കുട്ടികൾക്ക് കൊടുക്കാൻ. കുട്ടി മറ്റിയൊന്നുമില്ലല്ലോ. അതെന്റെ കുറ്റം. താൻ തന്നെ നുണഞ്ഞോ? വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞ ഇത് മൊത്തത്തിൽ നഷ്ടക്കച്ചവടമാവുമെന്ന്. 50 പൈസ കൊണ്ടുപോയത്. കാശിന്റെ വില എനിക്ക് അറിഞ്ഞോട്ടെ. 250 പൈസ ചേർത്താൽ രൂപ എത്രയടി? ചെന്നല്ലോ. ഇപ്പൊ തന്നെ 150 പൈസ പൊട്ടി. ഇനി അകത്തെ ദൈവങ്ങൾക്കുള്ള വീതം കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഞാൻ മുടിഞ്ഞു. അല്ലേ തന്നെ വല്ല ഗുണവും കിട്ടുന്ന ഏർപ്പാടാണോ ഇത്? നീ ചെല്ലേ. 2 രൂപയാണ്. ഇതൊന്നും ഇളെ കൊടുക്കണ്ട. 2 രൂപയും കൂടി കളയുന്ന ഏർപ്പാടാ. 2 രൂപ കൊടുക്കണം അറിഞ്ഞിട്ട് ചെരുപ്പിടാൻ സമ്മതിക്കലായിരുന്നു. ഞാൻ കൈ പിടിച്ചോളാം. 2 രൂപ ലാഭം. അതെ, 2 തയ്യല്. അല്ല വേണ്ട, അല്പ പശ അകത്തും പുറത്തും വെച്ച് ഒന്ന് പ്രസ് ചെയ്താൽ മതി. 1.5 രൂപയുടെ പണി പറ്റുമോ? ഒരു ചായയുടെ കാശെങ്കിലും. അയ്യോ, അതൊക്കെ 3 രൂപയാവും. പറ്റുമോ? കാശൊന്നും ഓ, തരണ്ട. നല്ല മനുഷ്യൻ. നന്നായി വരും. ആ പശ 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 എടുക്കെടുക്ക്. തൊട്ടിട്ട് ഇതാ ഇങ്ങനെ ഇങ്ങനെ തേക്ക്. അല്ല, അത് അവിടെ അകത്ത് തേക്ക്. അകത്ത് തേച്ച് പിന്നെ പുറത്ത് തേച്ച് 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 പ്രസ് 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 പ്രസ്. എന്തൊരു ചൂടാ ഇവിടെ. നല്ല ക്ലൈമറ്റ്. എന്തെങ്കിലും ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ. ഓ, കാലത്ത് ഇങ്ങനെയും കർമ്മയോഗികളുണ്ടോ? പാവ കഷ്ടം. രാവിലെ ചെരുപ്പ് എന്നാക്കവനോട്ടൊന്ന് താങ്ങി 1.5 രൂപ ലാഭം. അതോ ഇനി അവൻ എന്നെ ആക്കിയതാണോ? എന്തെങ്കിലും ആട്ടോ, 1.5 രൂപ ലാഭിച്ചു. കടുപ്പത്തിലൊരു ചായ, പഞ്ചസാര ഉണ്ടെങ്കിലും വേണ്ട. വിത്തൗട്ട് 3 രൂപ. ചെരുപ്പ്. ഓ, അന്യായ വെയിറ്റ് ആണ്. കാര്യം ദൈവങ്ങളാണെങ്കിലും ഇത്രക്ക് ഹെഡ് വെയിറ്റ് പാടില്ല. ഒരു ചായ വിടും. ആരൊക്കെ ഉണ്ട്? ഗണപതി, ശിവൻ, സുബ്രഹ്മണ്യൻ, രാധാ, മാധവം. ഇതൊക്കെ ഇക്കാലത്ത് ആര് വാങ്ങാനാ? മനുഷ്യന്മാര് വാങ്ങിക്കും. അല്ലാതെ പിന്നെ ചെകുത്താന്മാര് വാങ്ങിക്കൂ? ചെകുത്താന്മാര് വാങ്ങിക്കില്ല, പക്ഷെ പുച്ഛിക്കും. അച്ഛാ, ആ, ഞാൻ കടയിൽ പോയിട്ട് ലിസ്റ്റ് കയ്യിലുണ്ടല്ലോ. ആ, മകളാ? അല്ല, മകൻ. എന്തൊരു ചോദ്യം. നഴ്സിംഗിന് പഠിക്കുക. സാറ് എവിടുന്നാ? മൂന്നാറിനടുത്താ. ഓ, അമ്പലത്തിൽ വന്നായിരുന്നു. അതെ. അമ്പലത്തിൽ കുടുംബസമേതം വരണമെന്നാണ് ഇവിടുത്തെ ഒരു ഭാര്യ വന്നിട്ടുണ്ട്. അമ്പലത്തിലാ. സാറിന്റെ കയറാഞ്ഞേ? 3 പ്രാവശ്യം വന്ന് തൊട്ടിൽ കെട്ടി ആട്ടിയാൽ കുട്ടികളുണ്ടാവും നമ്മളോട് ആരോ പറഞ്ഞു. അത് കേട്ട് വന്നിരിക്കുക. വെറുതെ കാശ് ചെലവാക്കാൻ. തൊട്ടിൽ കെട്ടി ആട്ടിയാലൊന്നും കുട്ടികളുണ്ടാവത്തില്ല. എന്താ പേര്? കേട്ടോ, ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക്. ഇവന്റെ പേര് സുന്ദരൻ. കണ്ടാലും തോന്നും. എന്താ എനിക്ക് തോന്നിയത്? അവിടെ നമ്പർ ഇടല്ലേ? ഒരു കുഞ്ഞിക്കാല് കാണാൻ ആശിച്ചു വരുന്ന ആര്യൻ ദേവി വെറും കൈയോടെ വിട്ടിട്ടില്ല. ഒരുപാട് അനുഭവസ്ഥരുണ്ട്. സാറിന് വിശ്വാസമില്ല, വരണ്ട. പക്ഷെ ദൈവദോഷം പറയരുത്. താമര ഉണ്ടാക്കുന്ന ചപ്പാത്തി നല്ല നൈസാണ്, നല്ല സോഫ്റ്റ് ആണ്. താമരപ്പൂ പോലെ സുന്ദരമാണ്. സുന്ദരം പോ. ചെല്ല് ചെല്ല്. மச்சானே ஓ. இங்க வாரீங்களா? 8, 9, 10. இன்னைக்கு எவ்வளவு பொம்மை வித்தே? ഗണപതി 4, അമ്പാലിക്കണ്ണൻ 3, മഹാവിഷ്ണു 2, മുരുകൻ 5. விக்காத அந்த கண்ணன் எங்கே? കണ്ണൻ ഇവിടെ ഓടിയൊന്ന് കളിക്കുന്നുണ്ടാവും. பாரு, என்கிட்ட விளையாடாத. ஒண்ணுனா கண்ணு, இல்லனா காசு. எனக்கு இப்ப கிடைக்கணும். നീ പോയി പഴനിയാണ്ടവരോട് ചോദിക്കുക, അങ്ങേര് വരും കാശി. ஏய், ആണുങ്ങൾ അപമാനിക്കുന്നോടി. ஆணுங்களா? ஆணுங்களை பார்க்கணும்னா இதோ அங்க பாரு.
നോ വാട്ടർ. എന്താ പേര്? പോടാ പട്ടി. ഇതിങ്ങോട്ടാ പറ്റൂല. ഹലോ, ഓടി വരൂ, ഓടി വരൂ, ഓടി വരൂ, ജനങ്ങളെ ഓടി വരൂ. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഇതിങ്ങനെ വിട്ടാ പറ്റൂല. നമുക്ക് സംഘടിക്കണം. വോട്ട് മേടിച്ച് ജനങ്ങളെ പറ്റിക്കുന്ന ഇവിടുത്തെ സർക്കാരിനെതിരെ മാർച്ച് നടത്തി, പിക്കറ്റ് നടത്തി, ധർണ നടത്തി, ഇവിടുത്തെ വാട്ടർ അതോറിറ്റി ആഫീസ് നമുക്ക് പൂട്ടിക്കണം. വെല്ലുമിറ്റൊക്കെ തളഞ്ഞുടഞ്ഞ് നിൽക്കാണ്ട് ഇങ്ങോട്ട് വന്നിങ്ങണത് നല്ല ഉഷാറായിട്ട്, നല്ല സ്റ്റാമിന ആയിട്ട്. നിങ്ങളൊക്കെ ഇവിടുത്തെ വാഗ്ദാനങ്ങളാണ്. ഇതെങ്ങനെയാണ് വിളിച്ചങ്ങള്? ഈ കുലാം സിന്ദാബാദ്, ഈ കുലാം സിന്ദാബാദ്, ഈ കുലാം സിന്ദാബാദ്. ആരും വിളിക്കല്ലേ? വിളിക്കുന്നേ, വിളിക്കണം. ആഹാ, അപ്പൊ ഒന്നും പിടിയിട്ടില്ലല്ലേ? ഇതേതാ രാജ്യം? എടാ, ഇന്ത പൈപ്പിൽ നിന്ന് വെള്ളം വരാതെ. അതുകൊണ്ട് നമുക്ക് സമരം ചെയ്യണം. பொண்ணுலங்க சாமி, இந்த இடத்தில் சமர சிபரம் ஒண்ணும் வேண்டாம். இங்க வாட்டர் ஆபீஸ் கிடையாது. தண்ணி இவட பூமிக்கு கீழே இருந்து வருது. இங்க பாரடா திருட்டு முண்டா. பாரா அந்த மூஞ்சியில் இருக்கிற கண்ணட ஒரு പാറി. എന്റെ അമ്മ, വെള്ളം വന്ന്. അപ്പൊ നാട്ടിലെ ഉടായ്പ പരിപാടി ഇവിടെ നടക്കൂല. പണിയെടുക്കേണ്ടി വരും. തായേ, എന്റെ ശിവ, നീ ഇനി ഈ പണിയൊന്നും ചെയ്യണ്ട. അപ്പൊ കടയിലേക്കുള്ള വെള്ളം അതിനൊക്കെ വേറെ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അക്ക സൗഖ്യമാ? താങ്ക് യു. നല്ല വൃത്തികെട്ട അക്ക. ഇത് പൊക്കാനും പറ്റില്ല. പേടിപ്പിച്ചു കളഞ്ഞു. ഒന്ന് മാറിത്തരണേ സാർ, പ്ലീസ്. ദേ, ഇതാണ് ബിജുക്കുട്ടൻ, എന്റെ വകയിലെ ഒരു അകന്ന അനന്തരവന. കൊച്ചിയിൽ നിന്നുള്ള ഇറക്കുമതി. കടമക്കുടിന്നാണേ. അല്ല, ഈ ചേട്ടനാണ് ഒരു ഇഷ്ടിയ പോലും പൊക്കാൻ ആവതില്ലെന്ന് അമ്മാവൻ പറഞ്ഞത്. ഇതൊന്നല്ലല്ല, ഒരു ലോഡ് ഇഷ്ടിയ പൊക്കാനുള്ള ആവതി ഉണ്ടല്ലോ. എന്നെ പോലെ നല്ല നാമക്കൽ ബാടിയല്ലേ. നീ വലിയ ഭാരിച്ച കാര്യം അന്വേഷിക്കാതെ ആ ഭാരം കൊണ്ട് തകർത്തു വെക്കാം. മാറി നിൽക്കണേ. എടാ, പാലിന്റെ കാശം കൊടുത്തേക്കണം കേട്ടോ. അങ്ങാടിയിലേക്കാണെങ്കിൽ ഞാനും വരാം. വേണ്ട ശിവ, നീ ചുമടൊന്നും എടുക്കണ്ട. അതൊക്കെ ഇനി അവൻ നോക്കിക്കോളും. പണിക്കരേട്ടൻ എന്നെ നിത്യരോഗിയാക്കുകയാണോ? ഈ ഇഡലിയൊക്കെ തുടച്ച് വൃത്തിയാക്കോട്ടെ. അല്ല, ഇഡലി പാത്രം തുടച്ച് വൃത്തിയാക്കട്ടെ. വൃത്തിയായിട്ടവൻ. ചേട്ടാ, ചേട്ടന് വലിയ ഈടില്ലെന്ന ആൾക്കാർ പറഞ്ഞത്. ചേട്ടൻ വിഷമിക്കണ്ട. ഈ ലൈലാൻഡ് ലോറിന്ന് ഗ്രീസ് പോകുന്ന പോലെ കുറച്ച് ചോരയല്ലേ പോയുള്ളൂ. ഞങ്ങളുടെ അടുത്ത് ഒരു കളരിയാശനുണ്ട്. പാട് വെക്കണ പോലല്ലേ ചോര തുപ്പണത്. പക്ഷേ ആള് തട്ടിപ്പോയി. എന്നാലും ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാം. അല്ലേ മാവാ? എങ്ങനെ നിന്ന് ചിലക്കാതെ മേച്ച് കൊടുക്കടാ.